കോട്ടയം മെഡിക്കൽ കോളേജിൽ കയറുന്നതിന് മാധ്യമങ്ങളെ വിലക്കി. സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. കാര്യം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നിരന്തരമായി വാർത്താ ചാനലുകളിൽ ഇന്നലെ പ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ആ സ്ഥലത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അധികൃതർ തടഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടോബി ജോൺസൺ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ടോബി, ഈ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ വിലക്കേർപ്പെടുത്താൻ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചത്? അതോ ഈ പഴയ കെട്ടിടത്തിൽ ഇവർ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തേണ്ട എന്ന സതുദ്ദേശമാണോ, അതോ മാധ്യമങ്ങളിൽ ഇതെല്ലാം മറച്ചു പിടിക്കാനുള്ള തന്ത്രമായിട്ടാണോ നമ്മളിതിനെ കാണുന്നത്? SKN മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ളൊരു തന്ത്രമായി അതിനെ കാണണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ നമ്മൾ ഈ ഒരു ബാത്റൂം കോംപ്ലക്സ് ആണ് ഇടിഞ്ഞു വീണത്, മറ്റ് കെട്ടിടങ്ങൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. എന്തായാലും അതല്ല, അതിനപ്പുറത്തേക്ക് ആ കാണുന്ന കെട്ടിടത്തിന് വിള്ളലുകൾ ഉണ്ടായിരുന്നു. അവിടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരുന്നു. ഒപ്പം തന്നെ ആ കോൺക്രീറ്റ് ചെയ്തിരുന്ന കമ്പികൾ തെളിഞ്ഞു കാണുന്ന തരത്തിലേക്ക് വലിയ ഒരു ദുരവസ്ഥ ആ കോംപ്ലക്സിൽ, ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലത്തെ റിപ്പോർട്ടിങ്ങിനിടയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് നീങ്ങിയതെന്ന് വേണം ഇപ്പോൾ വിശ്വസിക്കാൻ. നമ്മൾ ഇവിടെ എത്തി ആ സംഭവ സ്ഥലത്തേക്ക് മാത്രം പോകാനാണ്. അതായത് അതൊരു ഗ്രൗണ്ടാണ്. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ 4 വശവും കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെ നടുക്കുള്ള ഒരു ഗ്രൗണ്ട് പോലൊരു പ്രദേശമാണ്, ഒരു കോട്ടയാട് പോലൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അതിന് അനുവദിക്കില്ല. അത് അകത്തേക്ക് കയറേണ്ട എന്നുള്ളൊരു നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. സെക്യൂരിറ്റിമാരോടും പോലീസിനോടും അകത്തേക്ക് കയറേണ്ട എന്ന് ഉള്ളൊരു നിർദ്ദേശം, മാധ്യമങ്ങളെ കയറ്റേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ 2 വഴിയാണുള്ളത്. ആ 2 വഴിയും അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കില്ല. അത് അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ PROയോടോ സൂപ്രണ്ടിനോടോ ബന്ധപ്പെട്ടോളാൻ പറഞ്ഞു. PROയോട് ബന്ധപ്പെട്ടപ്പോൾ പ്രവേശനം മാധ്യമങ്ങൾക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ, അല്ലെങ്കിൽ ചില ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു വീഴാറായ ചില ബിൽഡിങ്ങുകളിൽ രോഗികളെ കിടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമടക്കം പുറത്തേക്ക് വന്നത് തന്നെയാകാം ഇതിന് കാരണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരാതിരിക്കാനായിരിക്കാം ഇന്ന് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയായിരിക്കണം. അതിനപ്പുറത്തേക്ക് സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ മാറി നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ നമ്മളത് പറയുകയും ചെയ്തു. ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കോ മറ്റൊന്നും പോകില്ല, ഈ മാറി നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അതിന് സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു നിയന്ത്രണം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതേസമയം തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് കയറുന്നതിന് ഒരു കുഴപ്പവുമില്ല. അതിന് മുന്നിൽ കയറി റിപ്പോർട്ട് ചെയ്യാമെന്നുള്ള കാര്യവും ഇന്നലെ നമ്മളോട് സൂപ്രണ്ടടക്കം പറഞ്ഞിരുന്നു. എന്തായാലും മാധ്യമങ്ങളെ ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഇത്തരം വിലക്കേർപ്പെടുന്ന ആളുകൾ അടിയന്തരാവസ്ഥയുടെ കാലം കൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ അബദ്ധം പ്രസ് സെൻസർഷിപ്പായിരുന്നു. പത്രങ്ങൾക്കെതിരെ മാരണമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ഒരു കാര്യവും പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ അവരുടെ പതനത്തിന് തന്നെ കാരണമായതും ഈ പ്രസ് സെൻസർഷിപ്പായിരുന്നു എന്നത് ചരിത്രം നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്.